നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. കേസിന്റെ ഗൗരവവും ഗൂഢാലോചനയും കണക്കിലെടുത്താണ് കൂടുതൽ SIമാരെയും CPOമാരെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജനറൽ ട്രാൻസ്ഫറിന്റെ അടക്കം ഭാഗമായിട്ടാണ് അന്വേഷണ സംഘത്തെ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. 30 അംഗ സംഘത്തിൽ ഇപ്പോൾ 14 ആക്കി ചുരുക്കിയിരിക്കുന്നുണ്ട്. 4 പേരെ ഒഴിവാക്കിയപ്പോൾ പകരം 4 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ അന്വേഷണ സംഘത്തിനിടയിൽ വന്നിരിക്കുന്നത്. ഉന്നത CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, മുൻ മന്ത്രി V ശിവൻകുട്ടി എന്നിവർക്ക് അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഇടപെടലുകളോ പ്രേരണയോ ഉണ്ടോ എന്നുമാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. CPM നേതാക്കളിലെ ഫോൺ കോളുകളുടെ സൈബർ ഫോറൻസിക് പരിശോധന ഫലമായിരിക്കും കേസിൽ നിർണായകമാവുക. ആക്രമണം നടന്ന സമയത്തും അതിനു മുമ്പും നടന്ന ആശയവിനിമയങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉന്നത CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിനാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു ആലോചന ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ കൂടുതൽ തെളിവുകളും മറ്റും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഇടപെടലുകളോ പ്രേരണയോ ഉണ്ടോ എന്നുമാണ് പ്രധാനമായും അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. CPM നേതാക്കളുടെ ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുക. കാരണം ആ ഒരു സമയത്ത്, റെയ്ഡ് നടക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകരും ഉന്നത നേതാക്കളും പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ആസൂത്രിത നീക്കം അവിടെ ED ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കേസിനെ കൂടുതൽ ശക്തമാക്കും. ആക്രമണം നടന്ന സമയത്തും അതിനു മുമ്പ് നടന്ന ആശയവിനിമയങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോവുകയാണ്. 2 ദിവസം മുമ്പും കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായിട്ടുണ്ടായിരുന്നു. മെയ് മാസത്തിലാണ് ഇത് നടന്നതെങ്കിലും ഇപ്പോഴും പ്രതികൾക്കായുള്ള അന്വേഷണം ED നടത്തുന്നുണ്ട്. ഒളിവിലായതിന് പിന്നാലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്ന 27ാം പ്രതി SFI നേതാവ് ആദർശ് BS ആണ് പിടിയിലായത്. ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത്. ഓഗസ്റ്റ് 10 രാവിലെ ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് ആദർശ് അറസ്റ്റിലായത്. SFIയുടെ ചാല ഏരിയ കമ്മിറ്റി അംഗമായ ആദർശ് കേസിൽ പ്രതിയായതിനെ തുടർന്ന് UAEയിലേക്ക് കടക്കുകയായിരുന്നു. മകൾ വീണയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനവും ഉദ്യോഗസ്ഥരെയും ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ആദർശ്, പാളയം സന്തോഷ് എന്നീ 2 പ്രതികൾ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. എന്നാൽ ഇവർ 2 പേരെയും ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു. ഇപ്പോൾ ആദർശിനെയാണ് ചെന്നൈയിൽ വെച്ച് പിടിയിലായിരിക്കുന്നത്. സന്തോഷിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എവിടേക്ക് ഒളിച്ചാലും എത്ര കാലം ഒളിച്ചാലും കൃത്യമായി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ED. അവരെയൊക്കെ തന്നെ എത്ര സമയം എടുത്താണെങ്കിലും പിടികൂടും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ ഒരു സമരം നടത്തുമ്പോൾ ഉന്തും തള്ളും ഉണ്ടാകുന്നതും പോലീസിനെ വെല്ലുവിളിക്കുന്നത് പോലെയല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആക്രമിച്ചിരിക്കുന്നത്. അതിന്റെ ഫലം ഇനി അങ്ങോട്ട് അനുഭവിക്കേണ്ടി വരും. ഏതായാലും 67 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 9 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇനിയും പ്രതികൾ ജയിലിനുള്ളിലുണ്ട്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശത്തിന് വഴിവെക്കും. വിധി പറഞ്ഞ ജഡ്ജി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അന്വേഷണം അട്ടിമറിക്കാനാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു ED നിലപാട്. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റകൃത്യം ഗുരുതരമാണ് എന്നതിൽ തർക്കമില്ലെന്നാണ് കോടതി നിലപാട്. എന്നാൽ 67 ദിവസം പിന്നിട്ടു. തെളിവുകൾ കണ്ടെത്തി അന്വേഷണം പൂർത്തിയാകാറായതിനാൽ ജാമ്യം അനുവദിക്കുന്നു എന്ന് പറഞ്ഞ കോടതി പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ വധശ്രമം നിലനിൽക്കില്ലല്ലോ എന്നും ചോദിച്ചിരുന്നു.
തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ബിനീഷ് കോടിയേരിയിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. ബിനീഷ് കോടിയേരിയുടെ ഫോൺ വിളി വിവരങ്ങൾ ശേഖരിച്ചു. അക്രമ ദിവസത്തെ വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചത്. പ്രതികളായ 25 പേരുമായി ബിനീഷ് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടന്ന ദിവസം ED ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ 25 പ്രതികളാണുള്ളത്. ആക്രമണത്തിൽ ഇവരുടെ പങ്കും തെളിവുകളും അന്വേഷണ സംഘം കൃത്യമായി തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതിന്റെ ഭാഗമായാണ് ബിനീഷ് കോടിയേരിയിലേക്കും അന്വേഷണം നീളുന്നത്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട ദിവസം ബിനീഷ് കോടിയേരിയുടെ ഫോണിൽ നിന്ന് 25 പ്രതികളുമായി ആശയവിനിമയം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട്ടിൽ എത്തിയ ദിവസം ബിനീഷ് കോടിയേരിയും സംഭവ സ്ഥലത്ത് എത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല. എന്നാൽ ഗൂഢാലോചനയിൽ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത്. അതിനാലാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോൺ വിവരങ്ങൾ പരിശോധിക്കുന്നത്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും. വർക്കല ഏരിയ കമ്മിറ്റി അംഗവും DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ലെനിൻ രാജ് ഉൾപ്പെടെ 4 CPIM പ്രവർത്തകർക്ക് കൂടി ജാമ്യം ലഭിച്ചിരുന്നു. കേസിന്റെ അന്വേഷണം പൂർത്തിയായെന്ന വിലയിരുത്തലാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. മെയ് 27-നാണ് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPIM പ്രവർത്തകരുടെ ആക്രമണമുണ്ടായത്. കേസിൽ 1-ാം പ്രതി CPIM പ്രവർത്തകനായ നിതിൻ രാജാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായത് പരിഗണിച്ചാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. നേരത്തെ പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരത്തെ കീഴ്ക്കോടതികൾ തള്ളിയതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ ഉൾപ്പെട്ട മറ്റ് 9 പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. ഇതിനു മുമ്പും കേസിൽ 9-ാം പ്രതിയായ ഹരീഷ് കുമാറിന് മാത്രമാണ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീൽ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇനിയും 11 പ്രതികൾക്ക് കൂടി കേസിൽ ജാമ്യം ലഭിക്കാൻ ബാക്കിയുണ്ട്. പുതുതായി ജാമ്യം ലഭിച്ച 4 പേരിൽ CPI വർക്കല ഏരിയ കമ്മിറ്റി അംഗമായ ലെനിൻ രാജ്, ജില്ലാ സെക്രട്ടറിയായ ദേവേന്ദ്ര ചന്ദ്ര എന്നിവരും ഉൾപ്പെടുന്നുണ്ട്.